അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടൊരു വീഡിയോ കുറേ നാളുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുമായിരുന്നു. പക്ഷേ അതിനൊരു ലിസ്റ്റ്, അതായത് എനിക്കൊരു എവിടെ തുടങ്ങണം, എന്ത് പറയണം എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ അതിന് നമ്മുടെ ChatGPT ചോദിച്ചു എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ChatGPT 4 പോയിൻറ്റ്സ് പറഞ്ഞു തന്നു, ഏതൊക്കെ ചെയ്താലാണ് നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത്. എവിടെ പോയി ChatGPT? ഓക്കെ, അങ്ങനെ ChatGPT എനിക്കൊരു 4 പോയിൻറ്റ് പറഞ്ഞു തന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്യണം, $1 ഏൺ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ കമൻറ്റായിട്ടും അല്ലാതെ വാട്സപ്പിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ കൂടുതൽ പേരും കോളേജ് സ്റ്റുഡൻസ് ആണ്. അവർക്ക് പോക്കറ്റ് മണിയൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. എസ്പെഷ്യലി അത് തന്നെയാണ്, പോക്കറ്റ് മണിയൊക്കെ ഏൺ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ കൂടുതലും ഏൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനൊരു സ്റ്റാർട്ടിങ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് മീൻസ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രീതികൾ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ സാധാരണ നിലയിൽ നമുക്ക് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്ത് കൊടുത്ത് കമ്മീഷൻ നേടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡ്വർടൈസിങ് മാർഗ്ഗമാണ്. അതായത് ഒരു പ്രൊമോഷൻ രീതിയാണ്, അവരുടെ ബിസിനസ്സിനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്വർടൈസിങ് മോഡലായിട്ടാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൽ അഫിലിയേറ്റായിട്ട് മാറുകയും അവരുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അവരുടെ കമ്പനിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുത്ത്, അതൊരാളുടെ മുമ്പിൽ പോയല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മൾ ഡിജിറ്റലായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഡിജിറ്റൽ പ്രൊമോഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടൻറ്റ് എപ്പോഴും ഡിജിറ്റൽ പ്രൊമോഷനിലാണ്, ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, നമുക്കൊരു നിഷ് ഉണ്ടായിരിക്കണം. നിഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാറ്റഗറി, നമ്മൾ എന്ത് കാറ്റഗറിയിലാണ് പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റ് ഉള്ളത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുമാണ് നമ്മൾ ചൂസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിലും ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആമസോണിൻ്റെ ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന അഫിലിയേറ്റ് പ്രോഗ്രാമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലുള്ള എല്ലാ പ്രോഡക്റ്റും ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാം. ആരെങ്കിലും ഒരാൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കാറ്റഗറിക്ക് ഒരു നിശ്ചിത കമ്മീഷൻ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവർ 3 സ്റ്റെപ്പിലാണ് ഇത് കാണിക്കുന്നത്: സൈനപ്പ്, റെക്കമെൻഡ്, അതുപോലെ ഏൺ. ഈ 3 സ്റ്റെപ്പ് കാണുമ്പോൾ 3 സ്റ്റെപ്പ് ഉള്ളെങ്കിൽ ഇത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൈനപ്പ് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. ഈ റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ഓഡിയൻസിനെ നമുക്ക് കണ്ടെത്തണം. റൈറ്റ് ഓഡിയൻസിനെ എങ്ങനെ നമ്മൾ കണ്ടെത്തും? നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന മാർക്കറ്റിംഗ് ബ്രില്യൻസ് വെച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ റൈറ്റ് ഓഡിയൻസിനെ കണ്ടെത്താൻ. ഇപ്പോൾ നമ്മൾ ബുക്കുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബുക്കുകളിൽ തന്നെ പല ടൈപ്പുണ്ട്. ഫിക്ഷൻ ഉണ്ട്, ബിസിനസ് ടൈപ്പുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് പല ടൈപ്പ് ഓഫ് വായനക്കാരുണ്ട്. അപ്പം ബിസിനസ്സുകാരുടെ ഇടയിലേക്ക് നമ്മൾ കുറേ ബിസിനസ് ബുക്കുകൾ പ്രൊമോട്ട് ചെയ്യാം, നോവൽസ് അങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ അങ്ങനെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഗ്രൂപ്പിനെ നമ്മൾ തരംതിരിച്ച് വേണം ഓരോ പ്രോഡക്റ്റ് നമ്മൾ എത്തിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ വൈഡായിട്ട് കുറേ ആൾക്കാരിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും വാങ്ങില്ല, വളരെ കുറച്ച് ഇത് മാത്രമേ വാങ്ങുള്ളൂ. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയും ചെയ്യും, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യും. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കുറേ പേരൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവർക്ക് സെയിൽസ് ഒന്നും കിട്ടാതെ എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് പോകാറുണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മുടെ ഓഡിയൻസിലേക്കായിരിക്കില്ല ഇത് പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ അസോസിയേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കുക്ക് വെയർസ് പ്രോഡക്റ്റ്, കിച്ചൺ വെയർ പ്രോഡക്റ്റുകൾ, ഡിന്നർ വെയർ, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇതിനകത്തൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് കമ്മീഷൻ പല ടൈപ്പാണ്. ഇപ്പോൾ നിങ്ങളൊരു ഗാഡ്ജറ്റ്സ് എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ ഫോണ് അല്ലെങ്കിൽ അതുപോലുള്ള ഗാഡ്ജറ്റ്സിനെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നു, ഇപ്പോൾ ഇതിനൊരു മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ മൈക്കിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ താഴെ കൊടുത്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഈ മൈക്കിൻ്റെ ക്വാളിറ്റി ഇത്രയാണ്,
അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉപകാരപ്പെടുമോ എന്ന്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുമ്പോൾ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു, അതുവഴി എനിക്കൊരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ആമസോൺ അസോസിയേറ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അധികം. ആമസോൺ അസോസിയേറ്റ്സ് കൂടുതലും ഫിസിക്കൽ പ്രോഡക്റ്റുകളാണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് അഫിലിയേറ്റ് പാർട്ട്നേഴ്സായിട്ട് കുറേ അഫിലിയേറ്റ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അഫിലിയേറ്റ് നെറ്റ്വർക്കായിട്ട് നമ്മൾ സൈനപ്പ് ചെയ്തിട്ട് വേണം ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ സെല് ചെയ്യാനായിട്ട്. അതിൽ നമുക്ക് എക്സാമ്പിൾ പറയാനുള്ള അഫിലിയേറ്റ് പ്രൊഡക്ട്സുകളിൽ ഒന്നാണ് ക്ലിക്ക് ബാങ്ക്. ക്ലിക്ക് ബാങ്കിൽ ഒരുപാട് വെയ്റ്റ് ലോസ് പ്രൊഡക്റ്റുകളുണ്ട്, സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സുകളുണ്ട്, ഒരുപാട് വലിയ വലിയ കമ്മീഷൻ കിട്ടുന്ന ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്ക് ക്ലിക്ക് ബാങ്കിൽ കാണാൻ കഴിയും. അതുപോലെ ഷെയർ ഐ സെയിൽ, അതുപോലെ തന്നെ CJ.com, കമ്മീഷൻ ജംഗ്ഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്, ഇപ്പോൾ CJ.com എന്ന് മാത്രമേ. ഇങ്ങനെയുള്ള അഫിലിയേറ്റ് നെറ്റ്വർക്കുകളിൽ നമ്മൾ സൈനപ്പ് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റിനെ ചൂസ് ചെയ്യേണ്ടത്. എൻ്റെ പാസ്വേഡ് എന്തോ റീസെറ്റൊക്കെ ചോദിക്കുന്നു, ഞാൻ പിന്നെ വേറൊരു അക്കൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ അഫിലിയേറ്റ് നെറ്റ്വർക്കുകൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ളൊരു ഇതാണ് Impact.com. Impact.comൽ കൂടുതലും സാസ് പ്രോഡക്റ്റ്, അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സാസ് പ്രോഡക്റ്റ്, എസ്പെഷ്യലി ക്യാൻവ, ഷോപ്പിഫൈ, ഒരുപാട് ഹോസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കമ്പനികളാണ് Impact.comലുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു കമ്പനിയിൽ ഏതൊരു ഇപ്പോൾ ഷോപ്പിഫൈ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് തുടങ്ങി അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ Impact.comൽ വന്നിട്ട് ആദ്യം സൈനപ്പ് ചെയ്യണം. എന്നിട്ട് ഇവിടെയുള്ള ബ്രാൻഡുകൾ നിങ്ങൾ ചൂസ് ചെയ്യണം. ഈ ബ്രാൻഡുകൾ ഓരോത്തിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ആ കമ്പനിയുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. അപ്പോൾ സാധാരണ നിലയിൽ നമുക്ക് ഓടി വന്നിട്ട് പെട്ടെന്ന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് റിവ്യൂ കൊടുക്കുക, അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഏതൊക്കെ രീതിയിലാണ് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിനെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം ജസ്റ്റ് ഞാനിതാ ചുമ്മാ ഒരു സൈറ്റ് കണ്ടു, അതിൽ ജോയിൻ എന്ന് കൊടുക്കുന്നു. ജോയിൻ എന്ന് കൊടുക്കുമ്പോൾ തന്നെ അവർ അതിൻ്റെ ഇതെന്താണ് മീഡിയ സ്ട്രീമിംഗ് ആപ്പ് സംതിങ് ആണ്. ഇതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ വൈ യു വാണ്ട് ടു വർക്ക് വിത്ത് ദിസ് ക്യാമ്പയിൻ, നമ്മൾ അവർക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ബ്രീഫ് ഐഡിയ കൊടുക്കണം. അതിനുശേഷം ജോയിൻ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ടീം അത് റിവ്യൂ ചെയ്ത ശേഷം മാത്രം, അക്സെപ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് അതിനകത്ത് അപ്രൂവൽ കിട്ടുന്നത്. എസ്പെഷ്യലി ഷോപ്പിഫൈയുടെയൊക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 പേരിൽ 4 പേരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അതായത് 4% മാത്രമേ അക്സെപ്റ്റൻസ് റേറ്റ് ഉള്ളൂ. പക്ഷേ നമുക്ക് കിട്ടുന്ന കമ്മീഷനോ ഹയർ കമ്മീഷനാണ്. എസ്പെഷ്യലി ഒരു സെയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് 8,000 അല്ലെങ്കിൽ 12,000 ഒക്കെ കിട്ടും. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻറ്റ് കമ്മീഷൻ പാക്കേജുകളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് കമ്മീഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓക്കെ, നിഷ്, അതുപോലെ എന്താണ് അഫിലിയേറ്റ് പാർട്ട്നേഴ്സ്, ഇതെല്ലാം ഓക്കെ, നിങ്ങൾക്കൊരു വിധം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫേസൊക്കെ കാണിച്ച് ക്യാമറ യൂസ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഒരു കാര്യത്തിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഫിറ്റ്നസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ഫിറ്റ്നസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റായിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ട്രെങ്ത്, ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുള്ള ഗുണമൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതൊന്നുമല്ല, നമുക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല, ഫേസ് കാണിക്കാനൊന്നും താല്പര്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ബ്ലോഗുകൾ സ്റ്റാർട്ട് ചെയ്യണം. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് വെബ്സൈറ്റ് വേർഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് വെബ്സൈറ്റുകൾ ഇഷ്ടംപോലെ ക്രിയേറ്റ് ചെയ്യാം. ആ വെബ്സൈറ്റിൽ നമ്മൾ എന്താണോ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കണ്ടൻറ് ഉണ്ടാക്കുക. അതിന് ഇടയ്ക്കായിട്ട് ഇതുപോലുള്ള ബൈയിങ് ലിങ്ക്സുകൾ കൊടുക്കാൻ പറ്റും. ആ ലിങ്കുകൾ ലാൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള ക്ലിക്ക് ബാങ്ക്,
ആമസോൺ അസോസിയേറ്റ്സ് തുടങ്ങിയിട്ടുള്ളൊരിതാണ്. എസ്പെഷ്യലി യൂട്യൂബിൽ നിങ്ങൾക്കൊരു വീഡിയോ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ എൻഗേജിങ് ആയിരിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഈ വീഡിയോ തുടങ്ങി ഇപ്പോൾ ഇത്രയും നേരം ഒരു 10 മിനിറ്റോളം നിങ്ങൾ ഈ വീഡിയോ കണ്ടു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും നേരം കണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട് താല്പര്യം തോന്നിയതുകൊണ്ട്. അതിൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, ഞാൻ പറയുന്നതിന് ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിരുന്നത്. ഇത്രയും നേരം വീഡിയോ നിങ്ങൾ കണ്ടിരുന്നുണ്ടെങ്കിൽ ഐ വാച്ച് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നവർക്ക്, ഇതുപോലെ അഫിലിയേറ്റിനെ കുറിച്ചിട്ട് ഇത്ര രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അന്വേഷിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും യൂട്യൂബിൽ. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുണ്ടാവും. അവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൂടെ ശ്രമിക്കണം. നിങ്ങളുടെ ഒരു സപ്പോർട്ടോടെ വേണം. ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമിലർ ഓഡിയൻസിലേക്ക് ഈ വീഡിയോ എത്താൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത ശേഷം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സെയിൽസിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടൻറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് കയറി 1000 പേരോ 100 പേരോ പർച്ചേസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഇന്ന് ഇട്ടു, പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ വീഡിയോ നല്ലതുപോലെ കയറി വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ ഓരോ മാസവും നമുക്കൊരു ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അക്കൗണ്ട് ഒരു ഷോപ്പിഫൈയിൽ തന്നെ ഒരു അഫിലിയേറ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ പോലും 3 ദിവസം കഴിഞ്ഞാൽ ഒരു 3 ദിവസം മിനിമം എടുക്കും അതിൻ്റെ റിവ്യൂ അറിയാനായിട്ട്. മോസ്റ്റ്ലി അത് റിജക്റ്റഡ് ആവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അഫിലിയേറ്റ് എന്ന് പറയുന്നത് നല്ല ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ അങ്ങനെ ആയിട്ടാണ് നമ്മളിത് കൊണ്ടുവരേണ്ടത്. ഇനി നമുക്ക് ക്യാമറയൊന്നും ഫേസ് ചെയ്യാതെ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. വെബ്സൈറ്റിലേക്ക് നമുക്കിനി ട്രാഫിക്കിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് SEO. അതായത് ഗൂഗിളിൽ നമ്മൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും ടേം ആയിരിക്കും. ആ ടേമിനെയൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ആ ടൈം യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് വരുന്നവരെയൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരണം. അവരിലേക്ക് നമ്മുടെ കണ്ടൻറ്റിനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിലേക്ക് റൈറ്റ് ഓഡിയൻസ് വരുള്ളൂ. ഒരുപാട് വെബ്സൈറ്റ് ട്രാഫിക് വന്നിട്ട് കാര്യമില്ല. നമുക്ക് അത് അന്വേഷിക്കുന്നവർ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ വരണം. എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് നല്ലതുപോലെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമുകളാണ് പിൻട്രസ്റ്റിലൊക്കെ നമുക്ക് ബ്യൂട്ടി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് വെയിറ്റ് ലോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് കമ്മീഷൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിൻട്രസ്റ്റ് നമുക്ക് ഓർഗാനിക്കായിട്ട് ട്രാഫിക് കൂട്ടാൻ പറ്റിയൊരു മാർഗ്ഗമാണ്. പിന്നെ നിങ്ങൾ മീഡിയം പോലുള്ള സോഷ്യൽ ബ്ലോഗിങ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക. മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതിൽ കണ്ടൻറ്റ് എഴുതിയിട്ട് അതിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങുന്നതിലും കുറച്ചുകൂടെ റാങ്കിങ് സാധ്യത കൂടുതലാണ് മീഡിയം പോലുള്ള വെബ്സൈറ്റുകൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പ്രൊഡക്റ്റിന് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഓവറോൾ സ്ട്രക്ചർ. ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈസി ഗോ ആയിട്ട് കാണരുത്. ഇത് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കി പോകുന്നത് അങ്ങനെയൊന്നുമല്ല. പക്ഷേ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കോഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അറൗണ്ട് ഒരു 10 വീഡിയോസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എൻഗേജിങ് എങ്ങനെയാക്കാം, അതിലെങ്ങനെ കോപ്പി റൈറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ലെസൺസാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും അത് ചെയ്ത് പഠിക്കാവുന്നേ. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഷോപ്പിഫൈ യൂസ് ചെയ്തിട്ടൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് ഒരു 15-20 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് കണ്ടാലും മനസ്സിലാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.